എനിക്ക് ഇത്രയും നാളും ഭക്ഷണം തന്ന് വളർത്തിയ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച് പിന്നെ ഇപ്പോൾ എനിക്ക് പുസ്തകം എഴുതാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വലുതാവുമ്പോൾ ഇവരെ അനാഥാലയത്തിൽ ഞാൻ ആക്കില്ല, ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ട് കിടക്കും, ഞാൻ ഇവരെ നോക്കും, ഞാൻ ഇവരെ സംരക്ഷിക്കും. എന്തായാലും ഞാൻ അനാഥാലയം പോലും ഞാൻ കാണിക്കില്ല വലുതായി പ്രായമായി കഴിയുമ്പോൾ. 2ാം ക്ലാസ്സിൽ ടൂർ പോയപ്പം തിരിച്ചു വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ടൂർ പോയതിനെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതിക്കൊണ്ട് വരാൻ. അങ്ങനെ അത് എഴുതിക്കൊണ്ട് വന്നപ്പോൾ അതൊരു 5ഓളം പേജ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയത്. അപ്പോൾ അച്ഛനിത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഇത് തന്നെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത്. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? ഭയങ്കര പുകഴ്ത്തി പറയും, ഭയങ്കര ജാടയായി അതായതെന്നൊക്കെ കുറെ പറഞ്ഞു. വീട്ടിൽ വന്ന പുസ്തക വായനയ്ക്കാണോ സമയം കണ്ടെത്തുക അതോ സീരിയൽ കാണാനാണോ? സീരിയൽ കാണില്ല, ടെലിവിഷൻ സീരിയൽ കാണില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതിനോട് താല്പര്യമില്ല? ഇല്ല, പെൺകുട്ടിയെ പോലെ കുറെ ചെയ്തിട്ടുണ്ട്. അത് അഭിനയത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം ഇഷ്ടമുണ്ട്? സിനിമയിലും കൂടെ അഭിനയിച്ചപ്പോൾ പിന്നെ അതിനകത്തോട്ട് കൂടുതൽ ക്രൈസായി. പ്ലാസ്റ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കുറച്ച് നാൾക്കൊക്കെ മുമ്പാണ്, ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ നമ്മുടെ മിഠായി കവർ അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്തോട്ട് കുത്തി നിറയ്ക്കും. അതിൻ്റെ പേര് ഇക്കോസ്റ്റോൺ എന്നാണ്. അപ്പോൾ കുത്തി നിറച്ചിട്ട് ഒത്തിരി ഇഷ്ടംപോലെ കുപ്പികളിനകത്ത് ഇങ്ങനെ കുത്തി നിറച്ച് ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങളിതുപോലെ ഒരു ഇരിപ്പിടം പോലെ സ്ഥാപിക്കാറുണ്ട്. അതുപോലെ സ്റ്റൂള്, ടീപ്പോ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ അത് വെച്ച് ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ഉണ്ടാക്കി. ഈ പ്രസംഗത്തിനോടും പാട്ടുകളോടും ഒക്കെ ക്രേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു സ്കൂളിൽ വെച്ച്. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ ഒരു സാറിനെ കണ്ടു. അങ്ങനെ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ എല്ലാം ചെയ്തു തരാം. അങ്ങനെ ഇതിലോട്ട് വന്നു. നമസ്കാരം. ഏറെ കഴിവുകളുള്ള തികച്ചും വ്യത്യസ്തയായ ഒരു 5ാം ക്ലാസ്സുകാരിയുടെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ആ കുട്ടിയെ നേരിട്ടൊന്ന് കാണാം. നമസ്കാരം. നമസ്കാരം. ഭവിക ലക്ഷ്മി, ഗൗരിക്കുട്ടി. അതെ. ഗൗരിക്കുട്ടി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം, ഭവിക എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം? രണ്ടും ഇഷ്ടം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിൽ? ഞാൻ VVHSS ചാരുമൂട്. കയ്യിലൊരു പുസ്തകമുണ്ട്. ഇത് ഗൗരിക്കുട്ടി എഴുതിയ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ഗൗരിത്വം. ആരാണ് ഈ ഗൗരിത്വം എന്നുള്ള പേരിട്ടത്? അത് കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി എന്ന് പറയുന്ന ഒരു സാറാണ് ഇട്ടത്. അപ്പോൾ പിന്നെ അത് അച്ഛനും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ കഥയുടെ കണ്ടൻറ്റും അത് തന്നെയാണ്, എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിത്തം. അപ്പോൾ ഗൗരിത്വം ഇട്ടു. എന്താണിത്? എന്ത് കഥയാണിത്? ഇത് എൻ്റെ അനുഭവക്കുറിപ്പുകളല്ല. ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് ഇത്രയും അനുഭവക്കുറിപ്പുകളൊക്കെ ഉണ്ടോ? അത് കുഞ്ഞിലേ തൊട്ടുള്ള ഉണ്ട്. 2ാം ക്ലാസ് തൊട്ട് ഇങ്ങനെ എഴുതി വന്നത്. 2ാം ക്ലാസ് മുതൽ എഴുത്തു തുടങ്ങി? 6 വയസ്സിൽ? 7 വയസ്സിൽ എഴുത്തു തുടങ്ങി. എങ്ങനെ എഴുതാൻ എന്താ കാരണം? കാരണമായത് 2ാം ക്ലാസ്സിൽ ടൂർ പോയപ്പം തിരിച്ചു വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഈ ടൂർ പോയതിനെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതിക്കൊണ്ട് വരാൻ. അങ്ങനെ അത് എഴുതിക്കൊണ്ട് വന്നപ്പോൾ അതൊരു 5ഓളം പേജ് ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയത്. അപ്പോൾ അച്ഛനിത് ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഇത് തന്നെ പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്ത്. പിന്നെ 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അത് പത്രത്തിൽ വന്നു. അങ്ങനെയൊക്കെയാണ് എനിക്കിത് എഴുതാനായിട്ട് ഒരു തോന്നലുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ വലിയ ക്ലാസ്സുകളിലേക്കൊക്കെ ആയപ്പോൾ ഡയറി കൂടുതലായിട്ട് എഴുതിപ്പിക്കും. അങ്ങനെ എഴുതി ഒരു ബുക്കിനകത്ത് ഒരു ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് നല്ല നോക്കി പുസ്തകമാക്കി. അപ്പോൾ പുസ്തകങ്ങൾ എഴുതി തുടങ്ങി. ഫസ്റ്റ് പുസ്തകം. ഇനി അടുത്ത പുസ്തകത്തിലേക്ക് എപ്പോഴാണ് പോവുക? അടുത്ത പുസ്തകം ഈ ഇയറിൽ എഴുതി തുടങ്ങി. എങ്ങനെയാണ് ഇത്? സ്കൂളിൽ 5ാം ക്ലാസ്സുകാരിയാണ്. സ്കൂളിൽ പഠിക്കാനൊക്കെ പോയിട്ട് എത്ര സമയം കിട്ടും ഇങ്ങനെ ഇരുന്ന് എഴുതാനൊക്കെ? സമയം കിട്ടാറുണ്ടോ? എല്ലാവർക്കും സമയമില്ലെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഏതൊരാളെ കണ്ടാലും ആ കാര്യം ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് സമയമില്ല, തീരെ സമയമില്ലെന്ന് പറയും. ഗൗരിക്കുട്ടിക്ക് ഇത്രയും സമയം ഇടുന്നു? അത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുളിച്ചിട്ട് പഠിക്കാനൊക്കെ ഇരിക്കുന്ന ഒരു 6-6:30 ആകുമ്പോൾ പഠിക്കാനിരിക്കും. അത് കഴിഞ്ഞിട്ട് മൊത്തം ഫ്രീ ടൈമാണ്. അപ്പോഴൊക്കെ ഇരുന്ന് എഴുതും, അല്ലാതെ ഹോളിഡേയ്സിലൊക്കെ ഇരുന്ന് എഴുതും. അങ്ങനെ ടൈം കിട്ടാറുണ്ട്. പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ട്.
എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കാറുള്ളത്? കൂടുതലായിട്ടും കഥകൾ വായിക്കാറുണ്ട്, പിന്നെ ഒരാളുടെ അനുഭവം. കവിതകൾ എഴുതാറുണ്ടോ? ഇല്ല, ഒരു ദിവസം സ്കൂളിൽ ഇങ്ങനെ കവിതയുടെയും കഥയുടെയും മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ഞാൻ കവിതയ്ക്ക് ചേർന്നായിരുന്നു. അങ്ങനെ എനിക്കന്ന് ഫസ്റ്റും കിട്ടി. പക്ഷേ വേറൊരിടത്ത് വിദ്യാരംഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. വിദ്യാരംഗത്തിൻ്റെ. അപ്പോൾ വിദ്യാരംഗത്തിൻ്റെ പോവാനായിട്ട് പറഞ്ഞായിരുന്നു, പക്ഷേ പോയില്ല. പിന്നെ അങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് കവിതകളൊക്കെ എഴുതാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൂടുതലായിട്ട് ചെയ്തു. ഇതിൽ നിന്നെല്ലാം ഭയങ്കര ആരും അറിയാത്തൊരു കഥയുണ്ട്, കുറച്ച് പേർക്കൊക്കെ അറിയാവുള്ളൂ. സിനിമയിൽ അഭിനയിച്ചല്ലേ? ഏത് സിനിമയിൽ അഭിനയിച്ചത്? ഞാൻ ദാവീദ് എന്ന് പറയുന്നൊരു സിനിമയിൽ അഭിനയിച്ച പെപ്പയുടെ. എന്ത് വേഷം ചെയ്ത്? ഞാൻ അതിൽ പെപ്പയുടെ മോളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടായിട്ട്. തിയേറ്ററിൽ പോയി സിനിമ കുടുംബമായിട്ടാണോ പോയി കണ്ടേ? എൻ്റെ അപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്ത് തോന്നി സ്ക്രീനിൽ കണ്ടപ്പോൾ? സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തുവാ, ഭയങ്കര ഒരു അഭിമാനം അത്രയൊക്കെ. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വലിയ സിനിമാ താരമായെന്നുള്ള രീതിയിലൊക്കെ കണ്ടോ? കണ്ടു. ഭയങ്കര പുകഴ്ത്തി പറയേ, ഭയങ്കര ജാടയായി, അതായതാന്നൊക്കെ കുറേ പറഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവളോട് ഇത്രയും ജാടയെന്ന് ചോദിച്ചു. അടിപൊളി. വീട്ടിലെങ്ങനെ? വീട്ടിൽ വന്ന പുസ്തക വായനയ്ക്കാണോ സമയം കണ്ടെത്തുക, അതോ സീരിയൽ കാണാനാണോ? സീരിയൽ കാണില്ല. ടെലിവിഷൻ സീരിയൽ കാണില്ല? ഇതുവരെ കണ്ടിട്ടില്ല? അതിനോട് താല്പര്യമില്ല? ഇല്ല. മോടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കൂടുതലും കാർട്ടൂണുകൾ കാണുകയും ടെലിവിഷൻ പ്രോഗ്രാമുകൾ കാണാം, അങ്ങനെ ആ ഒരു ട്രാക്കിലാണ് പോകുന്നത് കൂടുതലും കണ്ടിട്ടുള്ളത്. മോൾ ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ സുഹൃത്തുക്കൾ, ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എഴുത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടോ? എന്ത് പറയും? എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ, നിങ്ങളൊന്ന് എഴുതാനൊന്ന് ശ്രമിച്ചൂടെ, അങ്ങനെ അവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് എഴുതിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ലൈബ്രറി പീരീഡിലൊക്കെ ടീച്ചേഴ്സ് പറയും, പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് ഒരു ബുക്കിനകത്തോട്ട് എഴുതാൻ പറയും, അനുഭവക്കുറിപ്പ് പോലെ എഴുതാൻ പറയും. അങ്ങനെ ഇവരാരും എഴുതത്തില്ല, ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ പിന്നെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരോടെല്ലാം പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ആയാൽ പറ്റത്തില്ല, നമുക്കെല്ലാം നന്നായിട്ട് എഴുതണം, എഴുതിയാലേ നല്ല നല്ല മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ, സാർമാരെപ്പോഴും പറയുന്നേ ഇല്ലയോ. അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട്. അച്ഛൻ അധ്യാപകനാണ്, അമ്മ വില്ലേജ് ഓഫീസറാണ്. അപ്പം അച്ഛനും അമ്മയും ഇതിന് സപ്പോർട്ടാണോ? ഗൗരിത്വം എഴുതി ഇത്രയും തിളങ്ങി നിൽക്കുന്ന ഗൗരിക്ക് സപ്പോർട്ടാണോ? എത്രത്തോളം സപ്പോർട്ടാണ്? 100%. എന്ത് പുസ്തകം വായിക്കാനൊക്കെ അച്ഛനാണോ വാങ്ങിച്ച് തന്നു തുടങ്ങിയത്? ഇത് നിർബന്ധിക്കാറുണ്ടോ, ഇന്ന പുസ്തകം വായിക്കണം, അല്ലെ ഇന്ന രീതിയിൽ നടക്കണം, നിർബന്ധം വെക്കാറുണ്ടോ? എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് പറയാറുള്ളത്? അച്ഛനും അമ്മയൊക്കെ പറയുന്നത് എന്തുവാ, ഇഷ്ടമുള്ള ബുക്ക് വായിക്കണം, അതുപോലെ ആദ്യം ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് വലിയ പുസ്തകങ്ങളിലോട്ട് പോകണം. എത്രത്തോളം പുസ്തകങ്ങൾ ഗൗരി വായിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ടോ? ഇല്ല. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും? കിട്ടുന്നതെല്ലാം വായിക്കും. സോഷ്യൽ മീഡിയയിലുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളൊക്കെ ഇടാറുണ്ടോ? ഉണ്ട്. സ്വന്തമായിട്ട് ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടോ? ഇൻസ്റ്റ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. റീൽസൊക്കെ ചെയ്യൂല്ലേ? ഉണ്ട്. റീൽസുകളൊക്കെ ചെയ്യും. ഇടയ്ക്ക് എപ്പോഴോ ഒരു റീൽസ് കണ്ടിരുന്നു, മീശയൊക്കെ വെച്ചിട്ട് ഒരു ആൺകുട്ടിയെ പോലെ അല്ലേ? ആൺകുട്ടിയെ പോലെ കുറേ ചെയ്തിട്ടുണ്ട്. അത് അഭിനയത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എത്രത്തോളം ഇഷ്ടമുണ്ട്? സിനിമയിലും കൂടെ അഭിനയിച്ചപ്പോൾ പിന്നെ അതിനകത്തോട്ട് കൂടുതൽ ക്രൈസായി. ഇതിപ്പോൾ ഒരാൾ എഴുതുന്ന കഥ, ആ കഥാപാത്രത്തിനനുസരിച്ച് അത് ആ കഥാപാത്രമായിട്ട് മാറണം സിനിമയിൽ. അങ്ങനെ മാറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മൾ സാധാരണ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു അവസ്ഥയല്ല സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ. എന്ത് തോന്നി വേറൊരു ക്യാരക്ടറായിട്ട് മാറിയപ്പോൾ? അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്തല്ലേ? പറഞ്ഞു തന്നത് അതുപോലെ ചെയ്തോ? എല്ലാവരും പെട്ടെന്ന് എന്തുവാ എൻ്റെ വൈബിനൊത്ത് വന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഇതൊന്നും നോക്കിയില്ല, ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ അങ്ങ് പറഞ്ഞു. ഇനി സിനിമ സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ? സിനിമയിൽ വരണമെന്നുണ്ടോ? വലിയ ഒരു സിനിമ അഭിനേതാവാകണം, അഭിനേത്രി ആകണമെന്ന് ഉള്ളിലൊരാഗ്രഹമുണ്ടോ? നമ്മുടെ ഗൗരിക്കുട്ടി പറഞ്ഞ കേട്ടില്ലേ, ഇത് കാണുന്ന സംവിധായകർ, എഴുത്തുകാർ, നിർമ്മാതാക്കൾ ഗൗരിക്കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞു.
സിനിമയിൽ അഭിനയിച്ചു, കവിത എഴുതുന്നു, കലാകാരിയായിട്ട് പോകണമെന്ന് തന്നെയാണ് ഗൗരി ആഗ്രഹിക്കുന്നത്. മറ്റ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് പഠനത്തിൽ? ഞങ്ങൾ പഠിച്ച് വലിയൊരാളാവണം, കളക്ടറാവണം. ഗൗരിക്കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞത് ഗൗരിക്കുട്ടിയുടെ ഓരോ ജന്മദിനവും വളരെ വ്യത്യസ്തമായിട്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു. പല അനാഥാലയങ്ങളിലും പോകുന്നു, ആരോരുമില്ലാത്തവരുടെ ഒപ്പം ഇരുന്ന് ഈ ചെറുപ്രായത്തിൽ തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരാളാണ് ഗൗരിക്കുട്ടി. ഗൗരിക്കുട്ടിയെ വളരെ സ്നേഹിച്ച് വളർത്തുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്. ഈ അച്ഛനും അമ്മയും കുറേ കാലം കഴിയുമ്പോൾ വയസ്സിലും ഒരുപാട് പ്രായം ചെന്നവരാകും. ഗൗരിക്കുട്ടി നല്ല ജോലിയുള്ള ആളാവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വൃദ്ധസദനത്തിലൊക്കെ പോയതുകൊണ്ടാണ് പറയുന്നത്, ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ഇത്തരത്തിൽ അല്ല. അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? ഉണ്ട്. എങ്ങനെ സംരക്ഷിക്കണം? ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഇത്രയും നാളും ഭക്ഷണം തന്ന് വളർത്തിയ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച്, പിന്നെ ഇപ്പോൾ എനിക്ക് പുസ്തകം എഴുതാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വലുതാവുമ്പോൾ ഇവരെ അനാഥാലയത്തിൽ ഞാൻ ആക്കില്ല, ഞാൻ എൻ്റെ കൂടെ തന്നെ കൊണ്ട് നടക്കും. ഞാൻ ഇവരെ നോക്കും, ഞാൻ ഇവരെ സംരക്ഷിക്കും. എന്തായാലും ഞാൻ അനാഥാലയം പോലും ഞാൻ കാണിക്കില്ല വലുതായി പ്രായമായി കഴിയുമ്പോൾ. അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. മോള് ജന്മദിനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ഈ അച്ഛനും അമ്മയൊക്കെ ആരും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് മോള് കണ്ടിട്ടില്ലേ? അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും അല്ലേ, ജന്മദിനം ആഘോഷിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ അതിങ്ങനെ ഓർത്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ? ഇവരെ ഈ ആരും നോക്കാതെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്? ഒത്തിരി സങ്കടമുണ്ട്. ഇവരൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ? എന്നുവെച്ചാൽ എന്താ, അപ്പോൾ അവരെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുവിട്ടത്, അപ്പോൾ അവർക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അവരുമായിട്ട് കളിച്ചേരിയൊക്കെ പറഞ്ഞ് ആ സങ്കടത്തിൽ നിന്ന് മാറ്റും. ഓ, അവർക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമല്ലേ? അപ്പോൾ ഇനിയെങ്കിലും ഉള്ള തലമുറകൾ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. ഒരുപാട് മാതാപിതാക്കളുടെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ അവരില്ലാതാവണം. നമ്മുടെ കൂടെയുള്ളപ്പോൾ ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഒന്നും വില നമ്മളറിയില്ല. അവരില്ലാതായി കഴിയുമ്പോൾ നമുക്ക് വലിയ വേദന തോന്നും. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു തലമുറ നമുക്കിടയിലുണ്ട്. നിങ്ങളുടെയൊക്കെ തലമുറ വരുമ്പോഴെങ്കിലും അനാഥാലയങ്ങളുടെ എണ്ണം കുറയട്ടെ എന്നാണ് പറയാനുള്ളത്. മിമിക്രിയൊക്കെ അവതരിപ്പിക്കും അല്ലേ? അനുകരണമൊക്കെ ഉണ്ട്. ഗൗരിക്കുട്ടി റീൽസിൽ ഭയങ്കര സൂപ്പർ താരമെന്ന് കേട്ടു. ആരുടെയൊക്കെ വേഷങ്ങളാണ് ചെയ്യുന്നത്? ഞാൻ ഡോക്ടർ അരുൺകുമാർ സാറിൻ്റെ ചെയ്യും, മന്ത്രി വീണ ജോർജിൻ്റെ ചെയ്യും, അതുപോലെ അഭിഷാദ് ഗുരുവായൂർ. ഇവരുടെ 3 പേരുടെ റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര റീച്ചും ഉണ്ടല്ലേ? റീച്ചുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ പഠനം പറഞ്ഞു നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ജില്ലയുടെ അധിപനാകുന്ന ജില്ലാ കളക്ടറൊക്കെ ആകണമെന്ന് ആഗ്രഹം പറഞ്ഞു. സിനിമയുടെ തിരക്കായി കഴിഞ്ഞാൽ ഇത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സിനിമയിൽ വന്നു, നല്ലൊരു വേഷങ്ങൾ കിട്ടി, സിനിമയിൽ നല്ല തിരക്കായാൽ ഈ പഠനത്തിന് എന്തെങ്കിലും തടസ്സമാകുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ വലിയ തോന്നലില്ല. പഠനം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലേ? പഠനത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. ശരി. പുതിയ പുസ്തകത്തിൻ്റെ പേരൊക്കെ ഇട്ടോ? ഇല്ല, പുസ്തകം ഫുൾ എഴുതി കഴിഞ്ഞിട്ട് എല്ലാ കഥയ്ക്കും കൂടെ ചേരുന്ന പോലെ പേര്. സ്കൂളിൽ സൂപ്പർ താരമാണെന്ന് കേട്ടു. കൂട്ടുകാരൊക്കെ എങ്ങനെ വന്ന് മിണ്ടിയൊക്കെ ചെയ്യുമോ, അതോ ജാടയാന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുമോ? ഇല്ല, അത് പഴയ സ്കൂളിലായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം LPSലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടുത്തെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു അങ്ങനെ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം തോന്നുമോ? സങ്കടമൊന്നുമില്ല. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗൗരി ഭയങ്കര ആക്റ്റീവാണെന്ന് കേട്ടു. എന്ത് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കുറച്ച് നാൾക്കൊക്കെ മുമ്പാണ്, ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ നമ്മുടെ മിഠായി കവർ, അതുപോലെ പ്ലാസ്റ്റിക് കവറുകൾ, അതെല്ലാം ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്തോട്ട് കുത്തി നിറയ്ക്കും. അതിൻ്റെ പേര് ഇക്കോസ്റ്റോൺ എന്നാണ്. അപ്പോൾ കുത്തി നിറച്ചിട്ട് ഒത്തിരി ഇഷ്ടംപോലെ കുപ്പികളിനകത്ത് ഇങ്ങനെ കുത്തി നിറച്ച് ഒരു വലിയ മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങളിതുപോലെ ഒരു ഇരിപ്പിടം പോലെ സ്ഥാപിക്കാറുണ്ട്. അതുപോലെ സ്റ്റൂള്, ടീപ്പോ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ അത് വെച്ച് ഉണ്ടാക്കാൻ കഴിയും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ഞാനും അച്ഛനോടാണ് ചെയ്യുന്നത്, അച്ഛനാണ് ഇക്കോസ്റ്റോൺ എന്നുള്ള പേരിട്ടത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലെ മരത്തിൻ്റെ ചോട്ടിൽ ഞങ്ങളിതുപോലെ ഇരിപ്പിടം എല്ലാം സെറ്റാക്കിയായിരുന്നു. അങ്ങനെ അവിടെ നിരവധി ആൾക്കാർ വന്നിരിക്കുകയും ചെയ്തു. അവർക്ക് തണലിൽ വേണ്ടി വന്നിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
നമ്മുടെ ഓരോ വീടുകളിലും ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ശേഖരിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചെയ്താൽ ആ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുകയും ചെയ്യാം, നമുക്ക് പല പല ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ? നല്ലൊരു ഐഡിയ ആണ്. അതും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയണം അല്ലേ? അത് സ്കൂളിലെ കുട്ടികൾ വഴി അത് ശേഖരിക്കാൻ ഒരു സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുമല്ലോ അല്ലേ? അച്ഛൻ നേരത്തെ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് അച്ഛൻ്റെ സ്കൂളിലാണ് ചേർന്നത്. അപ്പോൾ അതിന് മുന്നേ അച്ഛൻ അവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് അവരോട് ഇങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും ചെയ്ത് ഫോട്ടോ ഇടുക, പത്രത്തിലൊക്കെ വരികയൊക്കെ ചെയ്തു. സ്റ്റൂൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? സ്റ്റൂൾ ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് നിറച്ച കുപ്പികൾ ഇങ്ങനെ വട്ടത്തിൽ അകത്തും പുറത്തും എല്ലാം വട്ടത്തിൽ വെച്ച് അതിന് ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് നന്നായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് വെച്ചെന്ന് ഇപ്പോൾ ഒരു ഓർമ്മയില്ല. അതിൻ്റെ മണ്ടയ്ക്ക് എന്തോ ഒരു തടിയുടെ ഒരു സാധനം, തടിയുടെ വീടൊക്കെ പണിയാൻ നേരത്ത് നമ്മൾ വുഡിൻ്റെയൊക്കെ സാധനങ്ങളില്ലേ, അപ്പോൾ ഷെൽഫൊക്കെ പണിയാനായിട്ട്, അപ്പോൾ അതിൻ്റെ വട്ടത്തിലുള്ളൊരു ഇതെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് തുണിയൊക്കെ വരച്ചിരിക്കും. അടിപൊളിയാക്കി. ഡാൻസ് പഠിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. എവിടെയാണ് ഡാൻസ് പഠിക്കുന്നത്? ഞാൻ ഇവിടെ അടുത്ത് മുതുവലാക്കാട് കലാസാരഥി. എത്ര വർഷമായി ഡാൻസ് പഠിക്കുന്നത്? ഇപ്പോൾ ഒരു ഈ വർഷത്തോട് ചേർന്നാണ് 2 വർഷം. 2 വർഷം ഉണ്ട്. അപ്പോൾ കലോത്സവങ്ങളിലൊക്കെ ഇനി ഗൗരി തിളങ്ങും. കലോത്സവങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി കൂടെയാണോ ഇത് പഠിക്കുന്നത്? ഇല്ല, ഡാൻസിന് അങ്ങനെ പോയിട്ടില്ല കലോത്സവത്തിൽ. ഇല്ല, പഠിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് പഠിക്കുക. മറ്റൊരു കാര്യമുണ്ട്, കഥാപ്രസംഗം. അതെ, പഠിക്കുന്നു. കഥാപ്രസംഗത്തിൻ്റെ ഈറ്റില്ലമാണ് കൊല്ലം അല്ലേ? പ്രൊഫസർ വി സാംബശിവനും കല്ലട വി കുട്ടിയും അറിയപ്പെടുന്ന ഒരുപാട് കാഥികരെ സമ്മാനിച്ച ജില്ലയാണ് കൊല്ലം. ആ കൊല്ലത്ത് നിന്നും വീണ്ടും ഒരു കലാകാരി കഥാപ്രസംഗം പഠിക്കുകയാണ്. കഥാപ്രസംഗം പഠിക്കാനുള്ള കാരണം എന്താ? കാരണം എനിക്ക് പ്രസംഗത്തിനോടും പാട്ടുകളോടും ഒക്കെ ക്രേസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു സ്കൂളിൽ വെച്ച്. അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ ഒരു സാറിനെ കണ്ടു. അങ്ങനെ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഓക്കെ എല്ലാം ചെയ്തു തരാം. അങ്ങനെ ഇതിലോട്ട് വന്നു. എങ്ങനെയാണ് കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണോ എങ്ങനെയാണ്? എന്ന് വെച്ചാൽ ഇപ്പം അതൊരു 4-6 പേജോളം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഇപ്പോൾ അത് കുറേ പണ്ടത്തെ കണ പഠിക്കണം. അത് പണ്ടത്തെ രാമൻ്റെ സീതയുടെയൊക്കെ കാലത്തുള്ള കഥകളാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ അത് പഠിക്കാം. അപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ പ്രസംഗിക്കാൻ അറിയണം, അഭിനയിക്കാൻ അറിയണം, പാടാൻ അറിയണം, താളബോധം വേണം, ഇത് അവതരിപ്പിക്കാൻ നല്ല രീതിയിൽ കഴിയണം, ഓരോരോ കഥാപാത്രങ്ങളായി പെട്ടെന്ന് മാറാൻ കഴിയണം. ഇതൊക്കെയാണ് കഥാപ്രസംഗം എന്ന് പറയുന്നത് അല്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത്രയും റിസ്ക്കാണ്. ഒരേ സമയം തന്നെ സ്ത്രീയായും പുരുഷനായും മാറണം, അവരുടെ ഡയലോഗുകൾ പറയണം, അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ പാട്ട് പെട്ടെന്ന് വരണം. ഒരു 1 മാൻ ഷോ ആണ് ശരിക്കും അല്ലേ? ഒറ്റയാൾ പോരാട്ടോ. സാധാരണ നാടകമാകുമ്പോൾ നിരവധി ആളുകളുണ്ട്, ഓരോരോ കഥാപാത്രങ്ങളൊക്കെ വേദിയിൽ വരും. ഇത് പക്ഷേ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഈ ഒറ്റയാളിൽ നിന്ന് പോരാടണം. അങ്ങനെ അപ്പോൾ ഇത് പറയുമ്പോൾ തൊട്ട് മുന്നിൽ പ്രേക്ഷകരുണ്ട്. എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ പ്രതികരണം വരും. നമ്മളിപ്പോൾ ഒരു സ്ക്രീനിലാണെങ്കിൽ പ്രതികരണം വരാൻ വൈകും, അല്ലെങ്കിൽ നേരിട്ടില്ല. ഇത് നേരിട്ട് അനുഭവിക്കാൻ കഴിയും. എവിടെയെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങിയോ കഥാപ്രസംഗം? ഇല്ല, ഇത് ഫസ്റ്റാണ്. ഇത് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 4 പേജൊക്കെ ആയി. അപ്പം കഥാപ്രസംഗ വേദിയിലും ഇനി ഗൗരിക്കുട്ടിയെ കാണാം. കൈവെക്കാത്ത മേഖല വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ആഗ്രഹങ്ങളാണല്ലേ? ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അതെല്ലാം കൂടെ കിട്ടും അല്ലേ? APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ കാണുക. ആ സ്വപ്നങ്ങൾ എത്രത്തോളം കാണുന്നോ അത്രത്തോളം സ്വപ്നങ്ങൾ നമുക്ക് സബലീകരിക്കാൻ കഴിയും.